അഖിലെ, ഗുഡ് ഈവനിങ്. ആദ്യമേ തന്നെ വളരെ സന്തോഷം ഈ ഇന്റർവ്യൂ സീരീസിലേക്ക് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇതിൽ ഭാഗമായി തീരുവാൻ. ഭാഗ്യസ്മരണായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതം, ദർശനം, ഇതൊക്കെയുമാണ് പ്രത്യേകിച്ചും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരെ ഒക്കെയും ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ജീവിതത്തെ ഒന്ന് സ്മരിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഇന്റർവ്യൂവിനെ കാണുന്നത്. തീർച്ചയായിട്ടും അങ്കിളിനോട് വളരെയധികം നന്ദിയുണ്ട് ഈ ഇന്റർവ്യൂയുടെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തതിനാൽ. നമുക്ക് ഇന്റർവ്യൂ ആരംഭിക്കാം. ഞാൻ പിന്നെ എന്നെ ഇതിനെ ക്ഷണിച്ചതിലും എന്നെക്കൊണ്ട് ഇതിൻ്റെ ഒരു പാർട്ടാക്കിയതിനും വളരെ നന്ദി. ഞാൻ എഴുത്തുകാരനും പ്രാസംഗികനും ഒന്നുമല്ല. പിന്നെ തിരുവേനിയായിട്ട് ചെറുപ്പം മുതലേ മിസ്റ്റർ പോൾ വർഗീസ് ആയ കാലം മുതലേ അറിയും. ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്കിൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പോൾ വർഗീസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആ ഒരു ഇന്ററാക്ഷൻ? 1950s, അതിൻ്റെ മിഡിൽ ഓഫ് 1950. അന്ന് ഞാൻ സ്കൂൾ ഫൈനലാണോ ഇന്റർമീഡിയറ്റ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് എൻ്റെ അങ്കിള് ഈ പീസ് ലീഗിൻ്റെ കോട്ടയത്ത് കുരിശുപള്ളിയിലൊരു പീസ് ലീഗിൻ്റെ സഭാസമാധാനത്തിന് വേണ്ടി ഒരു നിരാഹാര സത്യാഗ്രഹം, ഉപവാസം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അങ്കിളിനെ നോക്കാനായിട്ട്, ഇവിടെ ഉപവാസമുണ്ട്, അപ്പം അവിടെ വന്ന് കുരിശുപള്ളി മുറ്റത്താ. അന്ന് കേസായിട്ട് പള്ളി പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. പന്തലിൽ ഇവർ കിടക്കുന്ന 6 പേര്, 3 പേര് നമ്മുടെ സൈഡിൽ നിന്ന്, 3 പേര് പാത്ര കേസ് ഭാഗത്തു നിന്നും, അങ്ങനെ 6 പേര് അവിടെ പ്രാർത്ഥന, പ്രസംഗം, ബൈബിൾ സ്റ്റഡി, കുർബാന, ഞായറാഴ്ച കുർബാന ഉണ്ട്. അങ്ങനൊക്കെ പോയിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഞാനപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് അവിടെ വന്നു. അതിൻ്റെ അടുത്താണ് നമ്മുടെ സമുദായ ട്രസ്റ്റിയും സെക്രട്ടറി ഒക്കെ ആയിരുന്ന PC ഇബ്രഹാം, അത് ഫാദറിൻ്റെ കസിന്. അപ്പോൾ എൻ്റെ പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പകൽ സമയത്ത് അവിടെ പോയിരിക്കും. അല്ല റെസ്റ്റ് ചെയ്യേണ്ടി എപ്പോഴോ ഭക്ഷണം കഴിക്കാനൊക്കെ പോവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോൾ വർഗീസ്, അന്ന് വിളിച്ചിരുന്നത് പോൾ വർഗീസ് സാർ അവിടെ നിന്ന് മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കും. അങ്ങനെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ തുടങ്ങി അദ്ദേഹം. അപ്പം ബൈബിൾ സ്റ്റഡി എടുത്തു തുടങ്ങിയപ്പം വളരെ ഭംഗിയായിട്ടാണ് അത് എടുക്കുന്നതെന്നും പുള്ളിക്ക് ബൈബിള് നല്ല അറിവുണ്ടെന്നുള്ളതും അത് കേൾക്കുന്നവർക്ക് മനസ്സിലായി തുടങ്ങി. ഒടുവിൽ അത് കുറേശ്ശെ ആള് കൂടി അത് ആ സമയത്ത് നല്ലൊരു ആൾക്കൂട്ടം ഉണ്ടാകാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വേഷം ഒരു ജിബ്ബ, ഖദർ ജിബ്ബയും ഖദർ മുണ്ടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണ സമയത്ത് ഇരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ ആരും അറിയേയില്ല. അദ്ദേഹം ആരോടും അങ്ങനെ വലിയ ഒന്നും കാണിച്ചിട്ടുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ സാറ് ഉണ്ണാനൊന്നും പോകുന്നില്ല, ഇവിടെ ഇരിക്കുകയാണ്? അണ്ണ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പം അങ്ങനെ ഒരു ക്ഷീണമുള്ളതായിട്ടോ പ്രയാസമുള്ളതായിട്ടോ അപ്പം എനിക്ക് മനസ്സിലായി ഉച്ചയ്ക്ക് ഉണ്ണുന്നില്ലെന്നുള്ള. ഉടനെ പിന്നെ ഞാൻ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി. എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ അവിടെ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ കുറെ നാളത്തെ കാര്യം ഞാൻ ഓർക്കുന്നില്ല. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത്, ഹെയ്ലി സെലാസി ചക്രവർത്തി എത്യോപ്യയിൽ നിന്ന് വന്ന് പഴയ സെമിനാരിൽ ഒരു വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പം സാറ് എത്യോപ്യയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവധിക്ക് വന്നായിരുന്നു അന്നേരം. ഉടനെ സാറാണ് പ്രസംഗം ചക്രവർത്തിയെ കൊണ്ട് നടന്നതും ഒക്കെ. അത് കഴിഞ്ഞപ്പം ചക്രവർത്തിക്ക് ഇദ്ദേഹത്തെ പുള്ളിയുടെ സെക്രട്ടറി ആയിട്ട് എടുക്കാനായിട്ട് ചോദിച്ചു. അപ്പം ബാവയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞു. അപ്പം ഗീവർഗീസ് ബാവയായിരുന്നു അന്ന്.
അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച് അനുവാദം മേടിച്ച്, അതും എനിക്ക് ഓർമ്മയുണ്ട്. സെമിനാരിയിലെ സ്വീകരണം അതുമൊക്കെ. പിന്നെ കുറച്ചു നാൾ എൻ്റെ വിചാരം അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ ആലുവ ഫെലോഷിപ്പ് ഹൗസിന്റെ സെക്രട്ടറി എം പമ്മനായിരുന്നു, ജോയിന്റ് സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിട്ട്. അപ്പൊ അവിടെ താമസിച്ച ഫെലോഷിപ്പ് ഹൗസ് എന്ന് പറഞ്ഞ അറിയുമോ? എന്തോ അച്ഛൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് എൻ്റെ അങ്കിളാണ് KC ചാക്കോ, അദ്ദേഹം തുടങ്ങിയതാ. അതിപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത്, പിന്നെ കുറെ നാൾ കണ്ടില്ല. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ അങ്ങ് എത്യോപ്യയ്ക്കും പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡൽഹിയിലെ WCC മീറ്റിംഗ് വന്ന്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. അവിടെ ഞാനും, അന്ന് ഞാൻ ബേബി എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്, ഫിലിപ്പോസ് തോമസ്, പിന്നെ യൂസേബിയസ് തിരുവേനി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അവിടെ മീറ്റിങ്ങിന് പോകുന്നതും വരുന്നതും. വിജ്ഞാൻ ഭവൻ അവിടെ ആയിരുന്നു മീറ്റിംഗ്. അവിടെ ഈ പിന്നെ അന്നേരത്തേക്ക് അച്ഛനായോ ചെമ്മാച്ചനാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അച്ഛനായോ. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെ അവിടെ വലിയൊരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഓർത്തഡോക്സ് വിഭാഗം പത്തനാപുരത്തെ ദീവന്യാസ്യോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നുപോയി. അക്കൂട്ടത്തിൽ ഈ പോൾ വർഗീസ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ അച്ഛനായിട്ട് കാണുന്നത്. അപ്പം എന്നെ ഇങ്ങനെ കൈ കാണിച്ചു, വലിയ സന്തോഷമായി. അന്ന് ഒരുപാട് വർഷം കഴിഞ്ഞ് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ബൈബിൾ ക്ലാസ് തുടങ്ങിയപ്പം കുറച്ചു പേരെ ഉള്ളായിരുന്നു. ഒന്നാമത് അൽമായക്കാരനാണ്, സോറി, അന്നേരം അച്ഛനായി. എന്നാലും അവിടെ ബിഷപ്സും വേറെ വലിയ വലിയ ആളുകളൊക്കെ. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ ആ മുറിക്ക് സ്ഥലമില്ലാത്ത പോലെ അങ്ങ് വലിയ ക്രൗഡായി. അത് ഞാനൊക്കെ കഥയിൻ്റെ പുറകിലൊക്കെ നിന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പല സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം താമസിച്ചിരുന്നത് വലിയ ഹോട്ടൽ അശോക അവിടെ ആയിരുന്നു. സോറി, ഇന്ന് കാലത്തെ ചുമയുടെ സോറി. അപ്പം അന്നേരം ഡൽഹിയിൽ ഞാൻ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ഊണ് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് കഴിഞ്ഞ ശേഷം അദ്ദേഹം, ഞാൻ എവിടെയെല്ലാം ഉണ്ടായിരുന്നോ, കൽക്കട്ട, ബോംബെ, തിരുവനന്തപുരം, ഇവിടെ എല്ലാം ഞാൻ എവിടെ ആയിരുന്നു അവിടെ കൂടെ വന്ന് താമസിക്കുന്നത്. ഒരേ മുറിയിൽ തന്നെ, വളരെ അസൗകര്യമായ അറ്റ്മോസ്ഫിയറിൽ അവിടെ അദ്ദേഹം കിടന്നിരുന്നത്. സീക്വൻസ് തെറ്റുന്നുണ്ട് കേട്ടോ ചിലപ്പം. അതിൻ്റെ ഇടയ്ക്കാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ച എൻ്റെ പേരൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ താമസിച്ചു. അവിടെ YWCA സെക്രട്ടറീസ് കോൺഫറൻസ്, അതിൻ്റെ അവരുടെ ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പൊ അവിടെ നിന്ന് താമസിച്ച്, അപ്പം നമ്മുടെ ഇടയിൽ അത് പിന്നെ അൽമായക്കാരനായിരുന്നു കേട്ടോ, അച്ഛനാകുന്നതിന് മുമ്പുള്ള കാര്യം പറയാം. അന്ന് ദാനിയൽ മാർ ഫിലിക്സീനോസ് അവിടെ വന്ന്, അപ്പം അവിടെ രണ്ടുപേരും പ്രാസംഗികരായിരുന്നു. അപ്പം YWCA ഹാളിൽ വെച്ച് വലിയ ആൾക്കൂട്ടമായിരുന്നു. അപ്പൊ തിരുമേനിയുടെ പ്രസംഗത്തിൻ്റെ അകത്ത് തിരുമേനി അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അൽമായക്കാരൻ വന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, അതൊരുമാതിരി സ്നബ് ചെയ്ത് സംസാരിച്ചു. അപ്പം അത് കഴിഞ്ഞ്
പിന്നെ പോളർഗി സാറിന്റെ സമയം വന്നപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് തിരുവേനിയെ അറ്റാക്ക് ചെയ്തു. ഇത്രയും എന്നാ തിരുവേനി പ്രിൻസിപ്പലൊക്കെ ആയിരുന്നു വല്ല പത്തനംതിട്ട കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അല്ല, അന്ന് കോളേജില്ലെന്ന് തോന്നുന്നു, സ്കൂള്. പിന്നെ അപ്പം തിരുവേനിയെ വല്ലാതങ്ങ് പറഞ്ഞു. അങ്ങനൊന്നും ഇപ്പോഴത്തെ കാലത്ത് തിരുവേനിമാരെ നമ്മൾ പറയും, പക്ഷെ അന്നത്തെ കാലത്ത് അത് അൺഇമാജിനബിൾ ആണ്. അത് കഴിഞ്ഞ് അതാ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്, പെട്ടെന്ന് ദേഷ്യം വരും, പറയാനുള്ളത് പറയും, അതിനെ ആരാണേലും പറയും. അത് കഴിഞ്ഞ് ഒരുപാട് എഴുത്തുകളൊക്കെ ഗീവർഗീസ് ബാവായ്ക്ക് ചെന്നു. ഇങ്ങനെ ഒരാള് പോളർഗീസോടെ വന്നു, ബൈബിൾ ക്ലാസ് എടുത്തു, നമ്മുടെ തിരുവേനി ഒത്തിരി കളിയാക്കി എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഒരു എന്നാണ് പറയുന്ന കാർക്കശ്യക്കാരനാന്ന് വേണമെങ്കിൽ പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ അവിടെ കണ്ടത് അദ്ദേഹത്തിന് ദേഷ്യം വന്ന്. പിന്നെ എനിക്ക് ആ ദേഷ്യം വന്ന് കണ്ടത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. സെമിനാരിയില് പിന്നെ ഏഷ്യൻ ക്രിസ്ത്യൻ പീസ് കോൺഫറൻസ് നടന്നു. അപ്പം ഫോറിൻ ഡിഗ്നിറ്ററീസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അന്ന് പോളറീസ് അച്ഛന്. അപ്പം അദ്ദേഹത്തിന്റെ എളിമ കൊണ്ടാകാം അദ്ദേഹം വീട്ടിൽ വന്ന്, തമ്പി ഞാനിങ്ങനെ കോൺഫറൻസ് വരുന്നുണ്ട്, അപ്പൊ തമ്പി എൻ്റെ കൂടെ നിൽക്കണം, അവിടെ താമസിക്കണം, തമ്പി എന്ന് പറഞ്ഞ എൻ്റെ പേരാ എന്ന് പറഞ്ഞ ഞാൻ വീട്ടിലില്ലായിരുന്നു, വീട്ടിൽ പറഞ്ഞേച്ചു പോയി. ഞാൻ പിന്നെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കൂടെ ഏഷ്യൻ ക്രിസ്ത്യൻ പീസ് കോൺഫറൻസ് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. ഭയങ്കര കോട്ടയം ഇളക്കി മറിച്ചൊരു സംഭവമായിരുന്നു അത്. പിന്നെ അന്ന് സ്ട്രീറ്റിൽ കൂടെ വലിയ പ്രൊസഷനും അതും ഇതും ഒക്കെ നടന്നു. അപ്പൊ ആ കോൺഫറൻസിന്റെ ഇടയ്ക്കൊരു സെഷൻ്റെ അകത്ത് ഈ അവിടെ ഈസ്റ്റും വെസ്റ്റും കൂടെ ഉള്ള തർക്കങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഓർത്തഡോക്സ് സഭകളും അതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്, തിരുമേനിയുടെ സ്വല്പം ചായ് കൊണ്ട ആളാണ് കമ്മ്യൂണിസം. അപ്പം തിരുവേനിയും അവിടെ സെമിനാരി പുറത്ത് നിന്ന് നിൽക്കുമ്പോഴാണ് അകത്ത് വലിയ ബഹളം നടക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ എന്തോ നോക്കിച്ച് വരാൻ പറഞ്ഞു. അത് വന്നപ്പം ഞാൻ പറഞ്ഞിങ്ങനെ രണ്ടു കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നെ പറഞ്ഞ് ഞാനവിടെ പോവുകയാണെങ്കിൽ ഞാൻ ഹോസ്റ്റായിട്ടിരിക്കുമ്പം, ഇവിടുത്തെ നടത്തിപ്പുകാരനായിട്ടിരിക്കുമ്പം അത് ഞാൻ ചെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം പോയില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. അല്ല, അദ്ദേഹത്തിന് അത് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് തോന്നിയാൽ അത് ഏതറ്റം വരെ പോയി അത് ചെയ്യും. ഇത് കഴിഞ്ഞാണ് ഇതിൻ്റെ ഇടയ്ക്ക് WCC പിന്നെ എൻ്റെ അസോസിയേറ്റ് സെക്രട്ടറി ആയി. ജനറൽ സെക്രട്ടറി ആയേനേയും, പക്ഷെ അത് നമ്മുടെ കൂട്ടർ തന്നെ മാർത്തോമാക്കാരും എല്ലാം കൂടെ പുള്ളിയെ പിടിച്ച് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞപ്പം പ്രസിഡന്റ് ആയ പിന്നെ സെക്രട്ടറി ആകത്തില്ലല്ലോ. പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പേരിന് മാത്രമുള്ള ഒരു അലങ്കാരിക ഇതാ. സെക്രട്ടറിയാണ് പവർഫുൾ. അപ്പം തിരുമേനി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാളീസ് തന്നെ അവിടെ ചിലരുടെ പേരുകളുണ്ട്, ഞാൻ പറയുന്നില്ല, അത് ഞാൻ ആകാതിരിക്കാനായിട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ വന്നു. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പലായിട്ട്, പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ട് തിയോളജിക്കൽ സെമിനാരിയുടെ ചാർജ് എടുത്തു. ആ ദിവസം തന്നെ ഞാൻ പോയി കണ്ടു. ഞാനും എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വെള്ള ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാറുണ്ടായിരുന്നു. അത് എയർപോർട്ടാണോ സീപോർട്ടാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല.
പക്ഷെ ഞങ്ങൾ പോയി കാർ എടുത്തു. എടുക്കാൻ ഞാനും കൂടെ പോയത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ കാറിന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ കുറെ നാൾ ആശുപത്രി കിടന്നു. അന്ന് ആ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് നാട്ടിൽ പറ്റിയതല്ലെന്നും പറഞ്ഞ കാറ് വിറ്റു. അത് പ്രിൻസിപ്പലായിട്ട് അവിടെ ഇരിക്കുന്ന ഉടനെ ഒരുപാട് കോൺഫറൻസ് ഒക്കെ നടത്തുമായിരുന്നു. ഇന്റർനാഷണലിൽ തന്നെ 2-3 കോൺഫറൻസ് നടത്തി. അതിനെല്ലാം അദ്ദേഹം എന്നെ കൂടെ കൂട്ടുമായിരുന്നു. അന്ന് ഞാൻ കങ്ങഴ ഹോസ്പിറ്റലിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ വൈഫ് അവിടെ ഡോക്ടറായിരുന്നു. അപ്പം ഇത് കോൺഫറൻസിന്റെ കാര്യമായതുകൊണ്ട് രാത്രിയൊക്കെ ഒരുപാട് ഇരുട്ടുമായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എൻ്റെ പിള്ളേരൊന്ന് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുക, ഞാൻ പോട്ടെന്ന്. പക്ഷെ വിടത്തില്ല. മുള്ളി അറിഞ്ഞില്ലല്ലോ തമ്പി, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ അന്ന് ആ ഒരാഴ്ച ഇത്തിരി ലേറ്റായിട്ടാണ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വലിയ ജീവന. അത് നമ്മള് എത്ര സീരിയസ് മീറ്റിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേലും പിള്ളേർ വന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇതെല്ലാം വിടും. കോൺഫറൻസും വിടും, കൂടെ വലിയ ആളുകളായിരിക്കും നിൽക്കുന്നത്, അതൊക്കെ കളയും. അത് എനിക്ക് പലപ്പം തോന്നിയിട്ടുണ്ട്. പുള്ളി പിന്നെ പിള്ളേരുടെ കൂടെയുള്ള കളിയാ വലിയ രസമായിരുന്നു. പിന്നൊന്നുണ്ടായിരുന്നത് നമ്മുടെ വട്ടക്കുന്നേൽ ബാവ തിരുമേനിയെ ഭാവമാക്കുന്ന മീറ്റിംഗ്. അതും അദ്ദേഹം എന്നെ ഫോണിലൊന്നും വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കാറയിൽ തന്നെ വീട്ടിൽ വന്ന് തമ്പി വന്ന ഉടനെ വരാൻ പറയണം. ഇങ്ങനെ വന്നപ്പം വളരെ സീക്രട്ടായിട്ടാണ് വെച്ചിരുന്നത്. അവരുടെ ഈ കേസിന്റെ ഇത് കാരണം അവർ കേസ് കൊടുക്കുന്നു, അതുകൊണ്ട് ഇത് പുറത്തറിയിക്കരുതെന്നും പറഞ്ഞ പിന്നെ ഞാനും കൂടെ പോയായിരുന്നു. അതിലൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഇത് കിട്ടി. ഈ ദേഷ്യം ഈ പറഞ്ഞ പോലെ ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ ഈ അനേക വർഷം ഞങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ദേഷ്യപ്പെട്ടിട്ടില്ല. കൂടെ ഉള്ളവരെ ഒക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദേഷ്യപ്പെട്ടാൽ അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. പക്ഷെ എന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ കോൺഫറൻസിന്റെ ഒക്കെ സമയത്ത് കൂടുള്ളവരെ അങ്ങ് വല്ലാതെ ചാടിക്കുമായിരുന്നു. ഏഷ്യൻ ക്രിസ്ത്യൻ കോൺഫറൻസിന്റെ ചെറിയാൻ കേന്ദ്രനായിട്ട് അടുപ്പമായിരുന്നു. ഈ എലക്ട് ചെയ്ത് കഴിഞ്ഞ തിരുവേനി ആക്കാതിരുന്നപ്പം അദ്ദേഹത്തിന് കെ.എം. ചെറിയാന് വലിയ വിഷമായിരുന്നു. ഒസാദ്യസ് അല്ല, എമിയോർ അച്ഛനെയും പോളറീസ് അച്ഛനെയും കൊടുക്കാതെ മാറ്റി നിർത്തിയത്. പക്ഷെ സിനഡിന്റെ ഒരു ഇതായിരുന്നു അത്. വലിയ പ്രയാസം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഒരിക്കലും മാനേജിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഇഷ്യൂ അവിടെ വന്നപ്പം ഞാനും ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം നമ്മുടെ മാത്യൂസ് ദ്വിതീയൻ, അന്ന് കൂറിലോസ് തിരുവേനി കൊല്ലം, അദ്ദേഹം വന്ന് കാറെ കയറി. അപ്പം ഉണ്ണിച്ചാൻ കെ.എം. ചെറിയാൻ ചോദിച്ചു, തിരുവേനി എവിടെ പോവാൻ? എനിക്ക് അത്യാവശ്യമായിട്ട് കൊല്ലത്ത് ചെന്നിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് പോവുക. തിരുവേനി ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ അവിടെ നടക്കുകയാണ്, ഒരു 2 പേരെ എലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ എന്നും പറഞ്ഞു വളരെ ക്ഷുഭിതനായിട്ട് പറഞ്ഞു. നിങ്ങൾ ഇതൊരു ഇത്ര നിസ്സാരമാണ് ഈ കാര്യം എന്നും പറഞ്ഞ. ഏതായാലും അത് പിന്നെ അന്ന് കേട്ടിരുന്നത് ദാനിയേൽ ഫിലിക്സീനോസാണ് വലിയ എതിരുന്ന. പക്ഷെ തിരുവേനി കങ്ങഴ വന്ന സുഖമില്ലാതെ കിടന്നപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങൾ അടുപ്പമായിരുന്നു, എന്നെ കെട്ടിച്ചത് തിരുവേനിയും എം.ഇ. ജോർജ് അച്ഛനും കൂടെ.
അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരുവേനിയെ പറ്റിയാ പറയുന്നത്. എന്നാ പറഞ്ഞു എനിക്ക് ആദ്യമൊക്കെ വഴക്കായിരുന്നു. പിന്നെ പുള്ളിയുടെ വിശ്വാസം തനി ഓർത്തഡോക്സ് വിശ്വാസമാണ്, എനിക്ക് ഒരു വഴക്കുമില്ല. പിന്നെ അത് കഴിഞ്ഞ ഒരു വളരെ സ്നേഹമായിരുന്നു. 8 or 10 വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ പിന്നെ എടുത്തു ബിഷപ്പാക്കുകയും ചെയ്തു. കേഞ്ചറിയാന്റെ ഒരു തമാശ പറഞ്ഞാലും അവിടെ കേഞ്ചറിയാന്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഓഫീസ് അതിൻ്റെ അടുത്താ. ഞാൻ മിക്കവാറും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ സഭാ നേതാവ് അവിടെ വന്ന് വെച്ച് പറഞ്ഞു, ഈ പോളറീസ് അച്ഛൻ പ്രിൻസിപ്പൽ അല്ലേ, അവിടെ ഇരിക്കത്തേ ഇല്ലല്ലോ. ഈ പുള്ളി ഇങ്ങനെ എപ്പോഴും യാത്രയാ, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇറ്റലി പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഉണ്ണുണ്ണിച്ചാൻ ചോദിച്ചു, പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അത് ഒരു 10 സെന്റിന്റെ അകത്ത് നല്ല വാഴ വെച്ചിച്ച്, വാഴത്തോപ്പ്, അതിൻ്റെ അകത്ത് ഒരു കൊമ്പനാനെ കൊണ്ടുവന്ന് വിടുക, അഴിച്ചങ്ങ് വിടുക, എന്തോ പറ്റുമെന്ന് ചോദിച്ചു. ഞാനും ഉണ്ട്, ആ പുള്ളിയുണ്ടോ കേൾക്കുന്നത്. പുള്ളി പറഞ്ഞു, അതാ വാഴ മുഴുവൻ ചവിട്ടി നശിപ്പിച്ച് അതുണ്ടാകും സെമിനാരിക്ക്, അദ്ദേഹത്തെ ഇവിടെ നിന്നും പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ. പുള്ളി ഇന്റർനാഷണൽ ഫിഗറാ, പുള്ളി പോട്ടെ, പുള്ളി ചുമ്മാ നടക്കട്ടെ, വല്ലപ്പോഴും ഇവിടെ വന്നേച്ച് പിള്ളേർക്ക് വല്ലതും പറഞ്ഞു കൊടുത്തോട്ടെ. അല്ല അത്രയ്ക്ക് അങ്ങനെ അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നി. പിന്നെ കാര്യമാണ്, തമാശയായിട്ട് തോന്നി. അന്നൊക്കെ കോട്ടയത്ത് അതിന് പരിസരത്ത് എവിടെയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ KM ചെറിയാൻ പോയിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അദ്ദേഹം പോകുമ്പോ ഉണ്ണുണ്ണിച്ചാൻ പോകുമ്പോ ഞാനും കയറിയിരിക്കും കാറിൽ. അങ്ങനെ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ബുക്ക്, അദ്ദേഹം എഴുതിയൊരു ബുക്ക് റിലീസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ബുക്ക് റിലീസ് ചെയ്യായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊരു ദിവസം ഞാൻ ചോദിച്ചു, ഈ ബുക്ക് എവിടാ കിട്ടുന്നതെന്ന് ചോദിച്ചു. ഉടനെ ചോദിച്ചത്, എന്തിനാ, ആർക്ക് വായിക്കാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കൈ കാണിച്ചു പറഞ്ഞു, ഒന്നും മനസ്സിലാകത്തില്ല, മേടിക്കണ്ട, ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഈ ഒരു മീറ്റിംഗ് പുള്ളി പറഞ്ഞതാണ്. നമ്മുടെ 2-3 തിരുവേനിമാരുണ്ടായിരുന്നു സോഫിയ സെന്ററിൽ. മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഉടനെ പുള്ളിയുടെ ചിന്തയും നമ്മുടെ മറ്റുള്ളവരുടെ ചിന്തയായിട്ട് അടുക്കത്തില്ല. അപ്പം അന്ന് തിരുവേനി പറഞ്ഞതാ, ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്നും എന്നോട് യോജിക്കുന്നില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല എന്താ പറയുന്നതെന്ന്. 10 കൊല്ലം കഴിയുന്ന ഉടനെ ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത് അന്ന് സമ്മതിക്കും. അതാണ് പുള്ളിയുടെ. അതുപോലെ അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ അനേക വർഷങ്ങൾ മുമ്പോട്ടാ. നമ്മള് ഇപ്പൊ അതൊരു എനിക്ക് പറഞ്ഞതാ. പിന്നെ ഈ താഴ്ന്നു കൊടുക്കാൻ ഒരു മടിയില്ലെന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവം, ഫിലിപ്പോസ് തോമസ് അച്ഛൻ, അന്ന് അച്ഛനുണ്ട്, കൽക്കട്ട ബിഷപ്സ് കോളേജിൽ പഠിക്കുന്നവരുടെ ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ തിരുമേനി എന്തോ അദ്ദേഹത്തെ കളിയാക്കി, ഒരു കഴിവില്ലാത്തവനാണെന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ സൂചിപ്പിക്കുകയും ചെയ്തു. അവർ തമ്മിൽ സ്വല്പം അകന്നു ഇരിക്കുകയായിരുന്നു. പക്ഷെ പ്രിൻസിപ്പലായിട്ട് സ്ഥാനമേറ്റപ്പോൾ ഈ ഹിസ്റ്ററി പഠിപ്പിക്കാനായിട്ട് അവിടെ ആളില്ലാതായി. അദ്ദേഹം കൽക്കട്ടയിൽ ചെന്ന് പിന്നെ ഈ അച്ഛനെ കണ്ട്, അച്ഛനെ വെയിറ്റ് ചെയ്ത് താഴെ ഇരുന്ന് പുള്ളി മോളിൽ നിന്ന് പിന്നെ എന്നോട് ഈ ഫിലിപ്പോസ് തോമസ് അച്ഛൻ പറഞ്ഞു. അപ്പം തീരെ പ്രതീക്ഷയില്ലായിരുന്നു അദ്ദേഹം വരുമെന്ന്. ഒന്നാമത് അവർ തമ്മിൽ അസുഖമാണ്. അപ്പം പറഞ്ഞു, ഇങ്ങനെ അവിടെ സെമിനാരി പഠിപ്പിക്കാൻ ആളില്ല, അപ്പം അവിടെ വരണം. അപ്പം അദ്ദേഹം തനി
സഭാസ്നേഹിയ ഫിലിപ്പോസ് തോമസ്. പുള്ളി പറഞ്ഞു ഞാൻ വരും, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശരിയാ. അത് അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ പഴയ സെമിനാരി ഒന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ജൂനിയർ ചേംബർ എന്നും പറഞ്ഞൊരു ലയൺസ് ക്ലബ്ബ് പോലെ ജേസീസ് ഒരു ഇന്റർനാഷണൽ ഇത് ഉണ്ട്. അപ്പം കോട്ടയത്ത് ഞാൻ വന്ന ഉടനെ അതിൽ ചേർന്ന് അതിൽ ആക്റ്റീവ് ആയിരുന്നു. ഉടനെ ഒരിക്കലൊരു ഇന്റർനാഷണൽ ഡേ, ഇന്റർനാഷണൽ എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഡിന്നറും ഒരു ഇത് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മാമാപ്പുഴ ഹാളിൽ. ഉടനെ ഗസ്റ്റ് ഹോട്ടലിൽ വെച്ച് ഡിന്നർ കഴിഞ്ഞ അപ്പൊ അച്ഛനാ മെയിൻ സ്പീക്കർ. അപ്പം കഴിഞ്ഞ ഉടനെ പറഞ്ഞു, അപ്പൊ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു മാമാപ്പുഴ ഹാളിൽ. അത് അപ്പൊ എനിക്കറിയായിരുന്നു ഇവർക്ക് അച്ഛൻ കാണാൻ പറ്റിയൊരു ഡാൻസ് അല്ലെന്ന്. വളരെ അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തമ്പി നോക്കുന്ന അങ്ങോട്ട് പോ, അവിടെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനും വയ്യ, വരരുത്. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛൻ വരാൻ പോവാണെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പോവില്ലേ, കാണുന്നു, എനിക്കും കണ്ടിരിക്കാമല്ലോ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് പറയാൻ പ്രയാസമായിരുന്നു. അദ്ദേഹം വണ്ടിയൊക്കെ കയറി ഞങ്ങളവിടെ പോയി. അപ്പം ഡാൻസ് തുടങ്ങിയപ്പം അതിന്റെ സ്വല്പം വഷളായിരുന്നു. കുറച്ചു നേരം പുള്ളി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് വെച്ച് പള്ളി ഇത് പിന്നെ ആളുകളുടെ ഇടയിൽ കൂടെ തലയും കുനിച്ച് ഇറങ്ങി അങ്ങ് പോയി. ഇങ്ങനെ ഓർത്തതാണ്. പിന്നെ എനിക്ക് വലിയ അതിശയം തോന്നിയ ഒരു സംഭവം, ഒരിക്കൽ മനോരമ ഗസ്റ്റ് ഹൗസിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ കോൺഫറൻസിന്റെ ആലോചിക്കാൻ എന്തോ മീറ്റിംഗ് ആയിരുന്നു. പുള്ളിക്കൊരു ഫോൺ വന്നു. അപ്പം പുള്ളി കുറെ നേരം, അന്ന് മൊബൈലൊന്നും അല്ല, ഗസ്റ്റ് ഹൗസിലെ ഫോണ്, കുറെ നേരം വർത്താനം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫോൺ താഴെ വെച്ച് എന്നോട് ചോദിച്ചു, അത് തമ്പിക്ക് എന്നാ മനസ്സിലായെന്ന് ചോദിച്ചു. പറഞ്ഞു എന്തോ അത്യാവശ്യ കാര്യം, വലിയ ആളുകളെ ഏറെണ്ടാ വിളിച്ചെന്ന് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നിന്നുള്ള കോളായിരുന്നു. ഒരു മനോരമ ചോദിച്ച ഇദ്ദേഹത്തിൻ്റെ എവിടാന്ന് കണ്ടുപിടിച്ച് വൈറ്റ് ഹൗസിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ എന്തോ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരുടെ കൂടെ റിലീജിയസ് ലീഡേഴ്സിനെ കൂടെ വിളിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു. അതിന് അദ്ദേഹത്തെ ക്ഷണിച്ചതാ. എന്ത് വലിയ ആളാ, വൈറ്റ് ഹൗസിൽ നിന്ന് ഒരാൾ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ കാണുന്നത് പഴയ സെമിനാരിയിലെ ഒരു ക്ലാസ് എടുക്കാനായിട്ട്. അന്ന് തീരെ വയ്യ, വിണ്ടാനും വയ്യ. അപ്പം മീറ്റിംഗ് ആന്ന് പറഞ്ഞ് കുറച്ചു പേര് അവിടെ കൂടി. അന്നേരം ഞാൻ അദ്ദേഹത്തിന്റെ മുറി ചെന്നു. അപ്പൊ എല്ലാവർക്കും പേടിയാ, മുറി ചെല്ലാൻ. ദേഷ്യപ്പെട്ടാൽ ആ ദിവസം പോകും, പിന്നെ തിരുവേനിയുടെ ഒരു ശാപമാണല്ലോ എന്ന് വിചാരിക്കും. ഞാൻ കയറി പോയി. അപ്പം തീരെ വയ്യ. ഞാൻ പറഞ്ഞു തിരുവേനി എടുക്കുന്നില്ലായിരിക്കുമല്ലോ ക്ലാസ്. ഇല്ല, എത്ര പേരുണ്ട് താഴെ? അപ്പം പറഞ്ഞു കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു അന്ന് മരുന്നിന്റെ പേര് എന്നോട് പറഞ്ഞു, ഈ മരുന്ന് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഈ കോട്ടയം ടൗണിൽ വന്ന് മരുന്ന് മേടിച്ചു കൊണ്ടുവന്നു. വീൽ ചെയറെ തള്ളിക്കൊണ്ടാണ്, അന്ന് തീരെ വയ്യായിരുന്നു, എടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അദ്ദേഹം ക്ലാസ് എടുത്തു. വീൽ ചെയറെ വന്ന് അതിലിരുന്ന് ക്ലാസ് എടുത്തിട്ട് അതാണ് അവസാനമായിട്ട് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ് പിന്നെ അങ്കിളെ, പ്രത്യേകിച്ച് അങ്കിൾ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, പലർക്കും പല തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഡാനിയൽ മാർ ഫിലിക്സ് സിനിമയെ പറ്റി പറഞ്ഞതും, എന്നാൽ അതിനുശേഷം ഒരു അൽമായൻ എന്ന രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പട്ടംകുള ശുശ്രൂഷയിൽ നേതൃത്വം അതിന് ബാവയോടൊപ്പം മുൻനിരയിൽ നിന്ന് ഡാനിയൽ മാർ ഫിലിക്സ് സിനിമയാണ്. പോൾ വർഗീസ് അച്ഛനെ റംബാനാക്കിയത് ഡാനിയൽ മാർ ഫിലിക്സ് സിനിമയാണ്. അതുപോലെ തന്നെ പല അച്ഛന്മാരോടും പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ ഗുരു ഈ സഭയ്ക്ക് കിട്ടിയത് വലിയ ദാനമാണെന്ന്, പോൾ വർഗീസ് അച്ഛനാണെന്നൊക്കെ പറഞ്ഞതും
പിൽക്കാലത്ത് ഡാനിമാർ ഫിലിക്സ് തിരുവേനി തന്നെയാണ്. അങ്ങനെ പലർക്കും ഇങ്ങനെ ഒരു സാക്ഷ്യങ്ങൾ പറയാനായിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ആ, ഒരു പ്രജുഡിസ് അല്ലെങ്കിൽ ഇങ്ങനെ ചില അറിയാതെ പോയ അല്ലെ പലരും ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ മിസ്ഗൈഡ് ചെയ്ത പലരും അവർ ലേറ്റർ ഓൺ അവർക്ക് അവർക്കുണ്ടായ അനുഭവങ്ങൾ വെച്ച് അതിനെയൊക്കെയും ശ്ലാഘിക്കുന്നുണ്ട്. തിരുമേനി അല്ലെങ്കിൽ പോൾ വർഗീസ് അച്ഛനായ സമയത്ത് അല്ലെ തിരുമേനി ആയപ്പോഴുള്ള ആ വലിയ ഗുണങ്ങളെ പറ്റി. അപ്പൊ അങ്ങനെ കുറെ സാറ് അങ്കിളിപ്പോ പറഞ്ഞ പോലെ തന്നെ അനേക ഇങ്ങനെ ചില ഏഹ്, ചിന്തകൾ അതിനെ മാറ്റാനായിട്ട് പലർക്കും അത് ഏത് സ്ഥാനത്തിരുന്നാലും പലർക്കും അത് മാറിപ്പോയിട്ടുണ്ട്. ഈ തെറ്റായ ചില ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നത് ഇപ്പം അങ്കിൾ തന്നെ പറഞ്ഞ ദേഷ്യമാവെന്ന് പറഞ്ഞതിനെ പോലും പല നെഗറ്റീവായ രീതിയിൽ പലരും എടുക്കുമെങ്കിലും എന്നാൽ എന്തിനാണ് ദേഷ്യപ്പെടുന്നതും അല്ലെ എന്ത് കാരണം കൊണ്ടാണ് പലരോടും ജെനുവിൻ ആയിട്ടാണ് ആ ദേഷ്യപ്പെടുന്നതും എന്ന് ഒക്കെയും ആ ജെനുവിനിറ്റി പലരും അത് മനസ്സിലാക്കാതെ പോയതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് അങ്കിൾ പറഞ്ഞെന്തോ അത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അത്. ഈ പിന്നെ ദേഷ്യപ്പെടുന്നതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, നേരത്തെ പറഞ്ഞില്ലേ, നമ്മളും തിരുവേനിയായിട്ടുള്ള തിങ്കിങ്ങില് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു 10 വർഷത്തെ തിരുവേനി തന്നെ പറഞ്ഞല്ലോ, ഞാനിത് 10 വർഷം മുമ്പ് മനസ്സിലാക്കിയതാണ്. അത് ഇപ്പം നമ്മുടെ തിരുവേനിമാർ ഇപ്പം മനസ്സിലാക്കിയത്. അപ്പൊ അത് തിരുവേനിക്ക് ഇത്രയും വലിയ മഹാൻ, അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് എന്തൊക്കെയാന്ന് പറയുമ്പോൾ എത്ര ലാംഗ്വേജസ് അറിയായിരുന്നു, എല്ലാ ലാംഗ്വേജും അറിയാം. അപ്പം അത് അദ്ദേഹത്തിന്റെ ചിന്തക്കൊപ്പം വരാതാകുമ്പോൾ ഒത്തിരി ചിന്തിക്കുന്ന ആളല്ലേ, അപ്പം നാച്ചുറലി ദേഷ്യം വരും. അതിന്റെ ദേഷ്യം ഈ ഡാനിയൽ ഫിലിക്സിനോസ് തിരുവേനിയെ പറ്റി ബുക്കിലൊന്നും എഴുതാനല്ല ഞാൻ പറയുന്നത്. അന്ന് കേട്ടിരുന്നത് തിരുവേനി താടി വടിച്ചു കളയുമെന്ന് അന്ന് പറഞ്ഞിരുന്ന ആളുകൾ. ഡാനിയൽ ഫിലിക്സിനോസ് ഇയാളെ പോളറീസിനെ മെത്രാനാക്കുകയാണെങ്കിൽ എൻ്റെ താടി, ഞാനത് ആരും ചോദിക്കത്തില്ല തിരുമേനോട്, പക്ഷെ എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ എന്നും വൈകിട്ട് ഞാൻ പോയി കുറെ നേരം സംസാരിക്കും. ഞാൻ പറഞ്ഞു, തിരുമേനി ഇങ്ങനെ ഒരു കേട്ടു. ചിരിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ തമ്പി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, മനുഷ്യര് ചുമ്മാ ഇങ്ങനെ പറയുക. പിന്നെ വേറെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, പിന്നെ അതിന്റെ കാല ശേഷം പറഞ്ഞു, ഇത്രയും ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഏറ്റവും അടുപ്പം ഈ സിനഡിലാണെങ്കിലും ഞങ്ങള് യോജിച്ച വർത്താനം ഈ ഇതിന്റെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കലൊക്കെ ഒരു വലിയ അടുപ്പമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ ഈ പിന്നെ ഡാൻസ് കാണാതെ എഴുന്നേറ്റ് പോയതുപോലുള്ളൊരു സംഭവം. അവർക്ക് തിരുവനന്തപുരത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിൽ പോവുക. ഉടനെ പുള്ളി അവിടുന്ന് തനിനിറം പേപ്പർ പുള്ളി മേടിച്ചു. അപ്പൊ അന്ന് തനിനിറം മേടിക്കുന്ന അച്ഛനൊന്നും കണ്ടിട്ടില്ലായിരിക്കും. അത് മുഴുവൻ അശ്ലീലം എഴുതുന്നത്. അപ്പൊ അത് ഇപ്പം ഞാനെടുത്ത് വായിക്കാൻ തന്നെ മടി തോന്നും, എന്ന് വെച്ചാൽ മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ ഇതെന്ന്. അച്ഛനത് മേടിച്ച് വെച്ച്, അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ ഇത് പത്രം എന്തിനാ വായിക്കുന്നത്? എല്ലാം അറിഞ്ഞിരിക്കണം, ഇയാൾ എന്നാ എഴുതുന്നതെന്ന് അറിയണ്ടല്ലോ. നമ്മളിങ്ങനെ അറിഞ്ഞത് തനിനിറം മോശമാന്ന് പറഞ്ഞ. അതുകൊണ്ട് അതിന് ആളുകൾ പറയുന്നതൊന്നും പുള്ളിയെ ബാധിക്കത്തില്ല. പുള്ളിക്കത് ഈ പത്രത്തെ പറ്റി കേട്ടിട്ടുണ്ട്, അത് ചീത്തയാണെന്നറിയാം, അത് എന്തോ ചീത്തയാന്നുള്ളത് അറിയാം, പുള്ളി മേടിച്ചു. അന്ന് ഈ പിന്നെ ACPC നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹം ഒരു മെത്രാന്റെ വേഷത്തിൽ അവിടെ നടന്നിരുന്നെങ്കിലും. അന്ന് അച്ഛനായിരുന്നു, അച്ഛന്റെ വേഷത്തിൽ നടക്കുന്നു എന്നുള്ള വ്യത്യാസം അത് നമ്മുടെ സഭയ്ക്ക് നഷ്ടം, അല്ലാതെ പുള്ളിക്കാനൊന്നുമില്ല. പോൾ വർഗീസ് ആയിട്ട് സാറായിട്ട് അവിടെ നാട്ടിലൊക്കെയും വരുമ്പോൾ അതും ആളുകൾക്ക് വലിയൊരു കൗതുകമായിരുന്നു. ഇങ്ങനെ ഒരാൾ ഇത്രമാത്രം ഒരു അൽമായൻ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഒക്കെയും വേദപുസ്തകം സംസാരിക്കുന്നതും ഇത്രയും ഇൻസ്പയർ ചെയ്യുന്നതും ആ ഒരു അനുഭവമായിരുന്നു. ഈ മുണ്ടൂട്ട് നടക്കുന്ന ഒരാള് ബൈബിള് ഇത്രയും, അത് പിന്നെ വേറെ വല്ലൊരു ഇന്റർവ്യൂവിന് പറഞ്ഞു കാണും, അല്ലെങ്കിൽ അച്ഛൻ കേട്ട് കാണും. ഈ ഒരിക്കലെ ഗീവർഗീസ് സ്തുതിയനോട് ഇങ്ങനെ ഓരോരുത്തരെയും ചീത്ത പറഞ്ഞ് പുള്ളി അങ്ങ് വഷളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴ്
അപ്പം ബാബ ഒരു സമയം കൊടുത്തേച്ച് കേട്ടിട്ടുണ്ടോ അത്? അവിടെ വന്ന് നിലത്ത് ഇരുത്തി കേട്ടിട്ടുണ്ട്. അതെ, അതെ, ക്വസ്റ്റ്യൻസ് അതെ. ചോദിക്കും. പുള്ളി അതെ. ആൻസേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞു. അത് പറഞ്ഞു. അത് കഴിഞ്ഞ പുള്ളി പട്ടം കൊടുക്കാൻ തന്നെ അനുവാദം കൊടുത്ത. അന്ന് അദ്ദേഹത്തിന് ഇവർക്ക് രണ്ടുപേർക്കും MV ജോർജിനും കൊടുക്കാത്തതില് ഒത്തിരി പേർക്ക് അന്നത്തെ സഭയുടെ ഡിസിപ്ലിൻ അനുസരിച്ച് നമ്മുടെ ആളുകൾ ബഹളം വെച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴെങ്ങാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കൊടുത്തേ ഒക്കത്തുള്ളൂ. അന്ന് സിനഡ് ആയപ്പോൾ നമ്മൾ അനുസരിക്കുക. ഒരിക്കൽ പുറത്തുനിന്ന് വന്നറിഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്റ്റെതസ്കോപ്പ് കൊണ്ട് കൊടുത്തു. അന്നത്തെ കാലത്ത് ഈ ഫോറിൻ സ്റ്റെതസ്കോപ്പാണ് കേൾപ്പെട്ടത്. ഇവിടെയൊക്കെ കിട്ടുന്ന എല്ലാം മോശമാണ്. ഈ വേദശാസ്ത്രമല്ലാത്തതായ പല ടോപ്പിക്സും അദ്ദേഹം അങ്കിളിനോട് സംസാരിക്കുകയും അങ്ങനെയുള്ള എൻഗേജ്മെന്റ്സ് ഒക്കെ ഓർക്കുന്നുണ്ടോ? സൈക്കോളജി പരമായും അല്ലെങ്കിൽ ലോകത്തിന്റെ പല വലിയ വലിയ ചർച്ചകളിലൊക്കെ ഏർപ്പെടുന്നത്, അത് നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ വൈറ്റ് ഹൗസിൽ നിന്ന് ഫോൺ വന്നെന്ന് പറഞ്ഞു, അതുപോലെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളൊന്നും പിന്നെ വല്ല വർത്തമാനത്തിനും കാണും നമ്മൾ അറിയുന്നതല്ലാതെ അതിനൊരു പബ്ലിസിറ്റി അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ അത്രയും വലിയ മഹാനായിരുന്നെന്നുള്ളത് ചുരുക്കം പേര് അറിയുന്നുള്ളു. അത്രയും വലിയ ആളാണ്. ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് സാർ നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ, ഇത്തിരി ഉണ്ടെങ്കിലും ഏതെങ്കിലും 3 കാര്യങ്ങൾ ഈ തലമുറയ്ക്ക് അനുഗ്രഹമായി പഠിക്കുവാനായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് ഇപ്പം തിരുവനന്തപുരത്ത് വൈരബ്ലീസിയെ നമ്മുടെ ഒരു മെത്രാന് എതിരെ ആയിട്ട് പബ്ലിക്കായിട്ട് അത്രയും ഒച്ച വെച്ചപ്പം അതൊരു കാര്യം. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം എവിടാണേലും പറയും, ആരോടാണേലും പറയും. പിന്നെ ഈ പിള്ളേരോടുള്ള ഇഷ്ടം, ശിശുക്കളോടുള്ള കർത്താവിന്റെ സ്നേഹം, അത് പിന്നെ എളിമ. ഒരു ഉദാഹരണം, ഫിലിപ്പോസ് തോമസ് അച്ഛനെ അച്ഛൻ തന്നെ അതിശയിച്ചു പോയി. ഇടിയൂർ അല്ല, അന്ന് അച്ഛനാ പൗളറീസ് അച്ഛൻ കൽക്കട്ടായി ചെന്ന് ഇവിടെ പഠിപ്പിക്കാൻ വരണം എന്ന് പറഞ്ഞത് പുള്ളിയുടെ. ഫിലിപ്പോസ് തോമസ് എന്ന് പറയുന്നത് നമ്മുടെ യൂസേബിയസ്, കാലം ചെയ്ത യൂസേബിയസ് തിരുമേനി അല്ലേ? അതെ അതെ അതെ, അതെ. ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു. ഓക്കെ. തീർച്ചയായിട്ടും തിരുമേനിയുടെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയാനും ആ ജീവിതത്തിലൂടെ അനേക പാഠങ്ങൾ പഠിക്കുവാനും ഈ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു ഐക്കോൺ ഓഫ് ക്രിസ്ത്യൻ ചർച്ചായി മാറിയ ഗ്രിഗോറിയോസ് തിരുമേനി ഇനിയും തലമുറകൾ അങ്ങനെ ഒരു വലിയ ഒരു വ്യക്തി അല്ലെ ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തിരുമേനിയെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ അങ്കിൾ തന്നിട്ടുള്ള നല്ല ഒരു ഇൻസൈറ്റ്സിനെ പ്രത്യേകം ഈ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വെരി വാല്യുബിൾ തോട്ട്സ്. അല്ല, അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് വേണ്ടി നന്ദി.